ഇനി പതിവ് സെഗ്മെന്റിലേക്കാണ്. കാണാം വാർത്താലോകം. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമീർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. സമാധാന കരാറിന്റെ ഭാഗമായി യുക്രൈന് സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യ സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന് സുരക്ഷ നൽകാനുള്ള തീരുമാനം ചരിത്രപരമെന്ന് സെലൻസ്കിയും പ്രതികരിച്ചു. ഡോൺബാസ് പ്രവിശ്യയിലെ ഡോണറ്റ്സ് വിട്ടുകൊടുത്താൽ മറ്റിടങ്ങളിൽ നിന്നും പിന്മാറാമെന്നാണ് പുടിൻ വ്യക്തമാക്കിയിട്ടുള്ളത്. യുക്രൈനിലെ കുട്ടികളുടെ നിഷ്കളങ്കത ഓർമ്മിപ്പിച്ച് വ്ളാദിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപിന്റെ കത്ത്. ഏത് രാജ്യത്താണെങ്കിലും കുട്ടികൾ ഒരുപോലെയാണ് സ്വപ്നം കാണുന്നത്. എന്നാൽ യുക്രൈനിലെ കുട്ടികൾ ഇന്ന് ഇരുട്ടിലാണ് എന്നും അതിൽ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സന്തോഷത്തോടെയുള്ള അവരുടെ ചിരി തിരിച്ചു കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിക്കുമെന്ന് കത്തിൽ മെലാനിയ ചൂണ്ടിക്കാട്ടുന്നു.